ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലുകാച്ച് കഴിയാത്ത ഒരു വീട്ടിലാണ്. പാലുകാച്ച് ആവാറായതേ ഉള്ളൂ. ആ വീട്ടിലാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒരു സൈറ്റ് വിസിറ്റ് ഉണ്ടല്ലോ, അതിനു വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പം നമ്മളിവിടെ ഫ്രണ്ട് ഭാഗത്ത് മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം പട്ടിയൊക്കെ വന്നിട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ ടൈലൊക്കെ ആവും. പാലുകാച്ച് കഴിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇന്ന് എൻ്റെ കൂടെ അച്ഛനും ഉണ്ട്. അച്ഛൻ വീടൊക്കെ ഒന്ന് നോക്കുകയാണ്, പണിയൊക്കെ എവിടം വരെ ആയെന്ന് നോക്കുകയാണ്. പണി നമ്മൾ ഇലക്ട്രിക്കലൊക്കെ കംപ്ലീറ്റ് ആവാനുണ്ട്. ഇലക്ട്രിക്കൽ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ കണക്ഷൻ കൊടുക്കാണ്ട് അതേ ഉള്ളൂ. ബാക്കിയെല്ലാ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പാലുകാച്ചിൽ നമുക്ക് ഏകദേശം ഇനി ഒരു മാസത്തിന് അടുപ്പിച്ച് നമുക്ക് ഇവിടെ ഉണ്ട്. അന്നേരമാണ് നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ആക്കിയേക്കുന്നത്. കാരണം വെച്ചാൽ പിന്നെ ഇവിടെ ഈ പിന്നെ ഈ ഫാബ്രിക്കേഷൻ വർക്കെല്ലാം ഇവിടുത്തെ ചേട്ടൻ്റെ ഫ്രണ്ടാണ് ചെയ്തേക്കുന്നത്, നമ്മളല്ല. നമ്മുടെ അതിൻ്റെ കുറച്ച് പരിപാടികൾ, ഇവിടെ ഒരു ലൂമിനും കാര്യങ്ങളൊക്കെ വരാണ്ട്, ഇവിടെ ലൈറ്റ്സ് കൊടുക്കണ്ട, അതിൻ്റെ ഒരു പാനൽ ചെയ്യാനുണ്ട്. അതൊക്കെ എൻ്റെ ബാക്കിയുണ്ട്. ബാക്കി ഏകദേശം എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ ബാക്കി ടൈലിൻ്റെ ക്വാളിറ്റിയും പിന്നെ റൂമിൻ്റെ സൈസ് നമുക്ക് മെയിൻ വീഡിയോയ്ക്കകത്ത് നമുക്ക് പറയാം. ജസ്റ്റ് ഇപ്പോൾ ഒരു സൈറ്റ് വിസിറ്റ് മാത്രമാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസത്തിന് മുന്നേ, പാലുകാച്ചിന് ഒരു മാസത്തിന് മുന്നേ നമ്മൾ പണിയെല്ലാം തീർത്തിട്ടുണ്ട്. പെയിന്റിങ് കംപ്ലീറ്റ് ആയി, ലൈറ്റ്സ് എല്ലാം കിട്ടി, എല്ലാം കഴിഞ്ഞു. ഇനി ടൈലിൻ്റെ നമുക്ക് എപ്പോക്സി മാത്രമേ ഉള്ളൂ നമ്മുടെ ഇവിടെ ടൈലിൻ്റെ ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബാത്റൂം ഡോറും കാര്യങ്ങളും ഇടാനുണ്ട്. പിന്നെ സ്റ്റെപ്പ് എന്തെങ്കിലും ഇട്ടേക്കുന്നത് മനസ്സിലായോ? സ്റ്റെപ്പിൻ്റെ തടിയെല്ലാം നമ്മൾ അറുത്ത് കണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിത് ഫിനിഷിങ് എന്ന് വെച്ചാൽ എപ്പോക്സിയും കൂടെ ചെയ്തിട്ട് ഇത് ഇട്ടെങ്കിൽ ഇതൊരു ഭംഗി ആവുള്ളൂ. മനസ്സിലായില്ലേ? നമ്മുടെ സ്റ്റെയർ വേറെ അപ്പുറത്തായിരുന്നു, അവിടെ ഇങ്ങോട്ട് മാറ്റി ഒരു വെറൈറ്റി ലുക്കിൽ നമ്മൾ അങ്ങ് ആക്കിയതാണ്. പക്ഷെ നമ്മൾ പോളിഷും കാര്യങ്ങളും എല്ലാം ചെയ്തു. അതാ നമ്മുടെ ഈ കൈവരിയെല്ലാം നമ്മൾ പോളിഷും കാര്യങ്ങളും എല്ലാം ചെയ്തു. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ബാൽക്കണി ഉണ്ട്. നമുക്ക് മെയിനായിട്ട് ഇത് വെറൈറ്റി ആയിട്ടുണ്ട്. സൗണ്ട് നന്നായിട്ട് കിട്ടി, അത് ഉറപ്പായിട്ട് കിട്ടിക്കാണ്. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. പിന്നെ നമ്മളിവിടെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കത്തിച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. നമ്മൾ ഇവിടെ എന്ന് വെച്ചാൽ 2 കളർ ഷെയ്ഡ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒത്തിരി അവർക്ക് വേണ്ട, അവർക്ക് സിമ്പിൾ മതി എന്ന് പറഞ്ഞ് ചെയ്യിച്ചതാണ്. പിന്നെ ക്യാമറമാൻ പുറകിലോട്ട് പോകരുത്, അവിടെ താഴോട്ട് പോകും, നേരെ പുറകോട്ട് പോകും. ഞാൻ വീട് കണ്ടപ്പോ തന്നെ ചോദിച്ച്, എന്താ അച്ഛൻ പ്രത്യേകം എല്ലാ വീട്ടിലും എന്തേലും പ്രത്യേകത കൊണ്ടുവരാറുണ്ട്, പക്ഷെ ഇവിടെ ഒന്നും കണ്ടില്ല. അപ്പോഴാണ് പറഞ്ഞ വീട്ടുകാരുടെ. അതെ അതെ, നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഇങ്ങനെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇതിനകത്തൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒരു സൈറ്റ് വിസിറ്റിങ്. ഇവിടെ ഒരു ബാത്റൂം, മൊത്തം ടോട്ടൽ 2 ബാത്റൂമേ ഉള്ളൂ കേട്ടോ പൊന്നൂസേ. ഇതൊക്കെ നല്ല സ്ഥലമില്ലേ, അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി സ്പേഷ്യസ് ആയിട്ടാണ് നമ്മുടെ ഈ ബാത്റൂം എല്ലാം ചെയ്തേക്കുന്നത്. ഇത് 2ാമത് പ്ലാൻ ചെയ്തതാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ മെയിൻ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയും. ഇനി ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സെയിം സൈസ് ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത്. അച്ഛൻ ഇപ്പോഴേ എല്ലാ റൂമും എല്ലാം കാണിച്ചു തരുക. അല്ല, നമ്മളിപ്പോൾ ഒരു ഓളത്തിനങ്ങ് പോവല്ലോ, നമുക്ക് അതിൻ്റെ അറിയാമല്ലോ. നമ്മളെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ നല്ല എല്ലാ കാര്യങ്ങളും കാണിച്ച് കഴിഞ്ഞ് പോകാറുള്ളത്. നമ്മളെ വീഡിയോസ് കാണുന്നില്ലെന്ന് ഒത്തിരി ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്. നമുക്ക് നീ സ്ഥിരമായിട്ട് അങ്ങ് വീഡിയോസ് കൊടുക്കുക അല്ലേ. എന്നും വൈകിട്ട് 6 മണിക്ക് നമ്മൾ വീഡിയോ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാലും കണ്ടിരിക്കാൻ വരും. ഓക്കെ.